ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരിൽ പണപ്പിരിവ്. വിഐപികൾക്കൊപ്പം വേദി പങ്കിടാനെന്ന പേരിലാണ് പാസ് വിൽപ്പന. പ്രാദേശിക സംഘാടക സമിതി സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുകയാണെന്നും നോർക്കയ്ക്ക് അതിൽ ബന്ധമില്ലെന്നും വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. വിവാദമായ സാഹചര്യത്തിൽ സ്പോൺസർഷിപ്പിന്റെ കാര്യം അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് വിഭാഗങ്ങളിലാണ് പാസുകൾ. ഗോൾഡിന് $1,00,000, അതായത് ഏകദേശം 82 ലക്ഷം ഇന്ത്യൻ രൂപ. സിൽവറിന് $1,00,000, ബ്രോൺസിന് $25,000. ഇതാണ് പാസിന്റെ നിരക്ക്. ഗോൾഡൻ പാസ് എടുക്കുന്നവർക്ക് 3 ദിവസത്തേക്ക് 2 സ്യൂട്ട് റൂമും ഭക്ഷണവും കേരളത്തിൽ നിന്നുള്ള വിഐപികൾക്കൊപ്പം ഡിന്നർ കഴിക്കാനുള്ള അവസരവുമാണ് വാഗ്ദാനം. മുഖ്യമന്ത്രിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണനുമാണ് കേരളത്തിൽ നിന്നുള്ള വിഐപികൾ. ഇവർക്കൊപ്പം വേദി പങ്കിടാനും ഭക്ഷണം കഴിക്കാനുമാണ് സ്പോൺസർഷിപ്പിന്റെ പേരിലുള്ള പണപ്പിരിവ്. താരനിശകൾക്കും മറ്റുമുള്ള പതിവ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്കും ഏർപ്പെടുത്തുന്നതാണ് വിവാദമായത്. പ്രവാസികളെ പണമുള്ളവനും ഇല്ലാത്തവനുമെന്ന് തരംതിരിക്കുകയാണ് സർക്കാരെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുക 82 ലക്ഷം രൂപ, $1,00,000, $50,000, $25,000. അപ്പൊ പ്രവാസികളെ മുഴുവൻ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എന്താണെന്ന് കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട പരിപാടിയാണ്. എന്നാൽ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവാക്കാതിരിക്കാനാണ് സ്പോൺസർഷിപ്പ് എന്നും പ്രവാസികൾക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ സൗജന്യമാണെന്നും പി ശ്രീരാമകൃഷ്ണൻ പറയുന്നു. അവിടെ ആരെയും നമ്മൾ വിലക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയെ കാണാനോ മുഖ്യമന്ത്രിയോട് സംസാരിക്കാനോ ആർക്കും വിലക്കില്ല. ആർക്കും പങ്കെടുക്കാവുന്ന ആർക്കും പങ്കെടുക്കാം. എല്ലാവർക്കും സ്വാഗതമാണ്. അമേരിക്ക രജിസ്റ്റർ എല്ലാവരും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. $1 പോലും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് ആ തിരുത്താൻ തെറ്റാണ്. ഈ മാസം 9 മുതൽ 11 വരെ ന്യൂയോർക്കിലാണ് ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം. സമ്മേളനം ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. പ്രവാസി സംഘടനകൾക്കും UDF ബഹിഷ്കരണ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.